2018 പ്രളയം ഓർമ്മയുണ്ടോ? ഈ കഴിഞ്ഞ വർഷം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലോ എങ്ങനെ മറക്കാനാണല്ലേ? ഒരായുസ് കൊണ്ട് നമ്മൾ സമ്പാദിച്ചുണ്ടാക്കിയ നമ്മുടെ വീടും വീട്ടുപകരണങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നഷ്ടപ്പെട്ട കേരളീയർക്ക് ഒരിക്കലും മറക്കാനാവാത്ത കാര്യങ്ങളാണ് അതൊക്കെ. ഏകദേശം ഇതുപോലെ ഒരു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ ആയിരുന്നു ആ ദുരന്തങ്ങൾ ഉണ്ടായത്. ആ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും വീടും വീട്ടുപകരണങ്ങളും നഷ്ടപ്പെട്ട ഒട്ടനവധി ആളുകളുണ്ട്. ചിലർക്കൊക്കെ സർക്കാരും സന്നദ്ധ സംഘടനകളും ചേർന്ന് വീടുകളൊക്കെ വെച്ചു കൊടുത്തു. മറ്റു ചിലർക്ക് സർക്കാരിൻ്റെ വക നക്കാപ്പിച്ച നഷ്ടപരിഹാരവും കിട്ടി. ഇനിയും അതൊന്നും കിട്ടാത്ത ഒട്ടനവധി ആളുകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. എന്നാൽ മാസം ഒരു 120 രൂപ എന്ന വളരെ തുച്ഛമായ തുക കൊടുത്തിട്ട് ഒരു ഹോം ഇൻഷുറൻസ് എടുത്തിട്ടിരുന്നെങ്കിൽ നമുക്ക് സർക്കാരിനെ പഴിചാരിയോ സർക്കാർ തരുന്ന നഷ്ടപരിഹാരവും കാത്ത് വിഷമിച്ചിരിക്കേണ്ട അവസ്ഥയോ ഒന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്നും അത് ചെയ്യാത്തവർ ഒട്ടനവധിയുണ്ട്. ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവർ അതിൻ്റെ 10 ഇരട്ടിയുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് വളരെ ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഉപകാരപ്രദമെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനും മടിക്കണ്ട കേട്ടോ. ഒരു ഹോം ഇൻഷുറൻസ് എവിടെ നിന്നെടുക്കണം, എങ്ങനെ എടുക്കണമെന്ന് അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 120 രൂപ മുതലുള്ള പ്ലാനുകൾ കാണാം. അല്ലെങ്കിൽ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താലും മതി. നിങ്ങൾക്ക് നിങ്ങളുടെ വീട് മാത്രമല്ല ആ വീട്ടിനുള്ളിലുള്ള വീട്ടുപകരണങ്ങൾ, ഫർണിച്ചറുകൾ ഇതൊക്കെ തന്നെ ഇൻഷുർ ചെയ്യാം. നമ്മുടെ വീട്ടിലുള്ള സ്വർണം പോലെയുള്ള വില പിടിച്ച വസ്തുക്കൾ ഇതിനൊക്കെ തന്നെ കവറേജ് എടുക്കാൻ സാധിക്കും. അത് നഷ്ടപ്പെടുമ്പോൾ മാത്രമല്ല, മോഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് കവറേജ് കിട്ടുന്ന രീതിയിലുള്ള പ്ലാനുകളുണ്ട്. നിങ്ങളുടെ വീടിന് 60 ലക്ഷം കവറേജും നിങ്ങളുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾക്ക് 10 ലക്ഷം കവറേജും ലഭിക്കും. പ്രകൃതി ദുരന്തങ്ങളോ തീപിടുത്തം പോലെയുള്ള മറ്റു അപകടങ്ങളോ ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കവറേജ് തുക ലഭിക്കും. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ വീട് നഷ്ടപ്പെട്ടാലും നമുക്ക് വീണ്ടും ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് ഒരു വീട് വെക്കാൻ ആ ഒരു തുക നമ്മളെ സഹായിക്കും. വളരെ കഷ്ടപ്പെട്ടാണ് നമ്മളെല്ലാവരും ഒരു വീട് വെക്കുന്നത്. ആ വീട് നഷ്ടപ്പെട്ടതോർത്ത് ജീവിതകാലം മുഴുവൻ ദുഃഖിച്ചിരിക്കുന്നത് ഒഴിവാക്കാൻ നമ്മൾ ഇത്തരത്തിൽ വളരെ തുച്ഛമായ ഒരു തുക കൊടുത്തിട്ട് ഒരു ഹോം ഇൻഷുറൻസ് എടുത്തിടുന്നതുകൊണ്ട് സാധിക്കും. നമ്മുടെ വാഹനമാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ നമുക്ക് നടന്നെങ്കിലും പോവാം. പക്ഷെ നമ്മുടെ വീട് നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണെങ്കിൽ പോലും ആ വാടക വീട്ടിലുള്ള വസ്തുക്കൾ അത് നമ്മളുടേതായിരിക്കും. അത് നമുക്ക് ഇത്തരത്തിൽ ഇൻഷുർ ചെയ്യാൻ സാധിക്കും. നമ്മൾ ലോൺ എടുത്തിട്ടാണ് ഒരു വീട് വെക്കുന്നതെങ്കിൽ നമ്മുടെ വീട് നഷ്ടപ്പെട്ടാലും നമ്മൾ ആ ഒരു ലോൺ തിരിച്ചടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീടും നഷ്ടപ്പെടും, നമ്മൾ ലോൺ എന്ന ബാധ്യതയിൽ കുടുങ്ങുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വളരെ തുച്ഛമായൊരു തുക നമ്മൾ ഇത്തരത്തിൽ ഹോം ഇൻഷുറൻസിനായിട്ട് ചിലവഴിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ കാണിക്കുന്ന QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് വളരെ തുച്ഛമായൊരു തുക കൊടുത്തിട്ട് ഒരു ഹോം ഇൻഷുറൻസ് എടുത്ത് വയ്ക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ഇപ്പോൾ 25% വരെ ഡിസ്കൗണ്ടും ആ ഒരു ലിങ്കിലൂടെ ഒരു ഹോം ഇൻഷുറൻസ് എടുക്കുമ്പോൾ കിട്ടുന്നതാണ്. പിന്നെ ക്ലെയിമിൻ്റെ കാര്യത്തിനായിട്ട് 365 ദിവസവും ഒരു റിലേഷൻഷിപ്പ് മാനേജറുടെ അസിസ്റ്റൻസ് നിങ്ങൾക്ക് ലഭ്യമാണ്. കേരളീയരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീടിൻ്റെ സാമ്പത്തിക സംരക്ഷണത്തിനായിട്ട് ഒരു ഹോം ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ബന്ധുക്കളിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത്തരം കാര്യങ്ങൾ പല ആളുകൾക്കും അറിയില്ല. അറിയാമെങ്കിൽ തന്നെ മിക്കവരും അത് പറഞ്ഞു കൊടുക്കാൻ മറന്നു പോകാറുമുണ്ട്.